ഹായ്, ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കീം എൻട്രൻസ് എക്സാമിനേഷന് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാലാമത്തെ പാർട്ടിൽ വെക്റ്റർ അതുപോലെ 3 ഡയമെൻഷണൽ ജോമെട്രി ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി തുടങ്ങിയ പോർഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. സോ വെക്റ്റർ അതുപോലെ 3D ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് 7 to 8 ക്വസ്റ്റ്യൻസ്, 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ ആണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 119. If a line makes angle alpha, beta and gamma with the positive direction of x, y and z axis respectively, then cos 2 alpha plus cos 2 beta plus cos 2 gamma equal to dash. 5 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. which one is the correct one? നിങ്ങൾക്കറിയാം l square plus m square plus n square equal to 1. എല്ലും എമ്മും എന്നും ഡയറക്ഷൻ കൊസൈൻ ആണ്. എൽ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, എം എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റ, എൻ എന്ന് പറഞ്ഞാൽ കോസ് ഗാമ. അതായത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. ആ ഐഡന്റിറ്റി യൂസ് ചെയ്താണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ കോസ് 2 ആൽഫയ്ക്ക് ഒരു ഫോർമുലയുണ്ട്, 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല. അപ്പൊ കോസ് 2 ബീറ്റ എന്തായിരിക്കും? 2 കോസ് സ്ക്വയർ ബീറ്റ മൈനസ് 1. ഇതെന്തായിരിക്കും? 2 കോസ് സ്ക്വയർ ഗാമ മൈനസ് 1. ഇവിടെ ഇതിൽ നിന്നും 2 കോമൺ ആയിട്ട് എടുത്താൽ 2 ഇൻറ്റു എന്ത് കിട്ടും? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ മൈനസ് 1 3 ടൈംസ് ആഡ് ചെയ്താൽ -3. ഇതിന്റെ ആൻസർ 1. സോ 2 ഇൻറ്റു -3 ആൻസർ എന്ത് കിട്ടും? -1. വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് കുറച്ച് പണിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വെക്റ്റർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഇഫ് എ ബി സി ആർ 3 വെക്ടേഴ്സ്, the angle between A and B is 30 degree, angle between A and C is 60 degree, angle between A and B plus C is 45 degree. Magnitude of vector B √6, magnitude of vector C 2√2, then magnitude of B plus C. അല്ലേ, പരസ്പര ബന്ധമില്ലാത്ത കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്ന് തോന്നും. ഇതെല്ലാം ക്ലബ് ചെയ്ത് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ളത് എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 30, അതായത് കോസ് 30 ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടർ. അപ്പോൾ ഇവിടെ കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്താണ്? √6, അതിനോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ വാല്യൂ √3 ഇൻറ്റു √6/2 എന്ന് കിട്ടും. ഇതുപോലെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ഈ 60 ഡിഗ്രി. അപ്പൊ കോസ് 60 ഈക്വൽ ടു എ ഡോട്ട് സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി 2√2, ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 2√2/2 ഈക്വൽ ടു എ ഡോട്ട് സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് കിട്ടി. നെക്സ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി പ്ലസ് സി ഈസ് 45 ഡിഗ്രി, അതായത് കോസ് 45 ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്? ബി പ്ലസ് സി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഡോട്ട് ബി പ്ലസ് എന്താണ്? എ ഡോട്ട് സി അല്ലെ. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ബൈ താഴെയുള്ളതുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് കോസ്, അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ് 45 1/√2. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പ്ലസ് സി മേലോട്ട് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? വിച്ച് ഇംപ്ലൈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പ്ലസ് സി ബൈ √2 ഈക്വൽ ടു, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് എ ഡോട്ട് സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പ്ലസ് സി ഈക്വൽ ടു √2 ഇവിടെ വന്നു, ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇതിന്റെ വാല്യൂ ഓൾറെഡി കണ്ടെത്തി വെച്ചു, √18/2 പ്ലസ് എ ഡോട്ട് സി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 2√2/2. ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ മേളിലുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 + 4/2 ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ ആൻസർ ഓപ്ഷൻ ഇ. The vectors A and B are perpendicular to each other, then the value of lambda. അതെ, കുറച്ച് സിംപ്ലിഫിക്കേഷൻ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിക്കും, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിത്തിൻ സെക്കൻഡ്സിൽ ആൻസറിലേക്ക് എത്താം. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്? 0. ഇതും തമ്മിൽ എന്ത് ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഐരെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12
-3 into 2 -6, -1 into lambda minus lambda equal to 0. Lambda equal to എന്താണ് 6 അല്ലേ? ഒരു 20 സെക്കൻഡ് കൊണ്ട് ആൻസറിലേക്ക് എത്താം പഠിച്ച കുട്ടികൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 122. അത് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെയാണ്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 123. The point of intersection of the lines this one and this one is dash. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇല്ല എങ്കിലും ഹയർ സെക്കൻഡറി എക്സാമിനേഷന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പണിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ഇൻ സ്പേസ് വളരെ ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കുക. അപ്പൊ x-3/2 ഈക്വൽ ടു ലാംഡ. അപ്പൊ x-3 ഈക്വൽ ടു 2 ലാംഡ. x is equal to 2 ലാംഡ പ്ലസ് 3. അതുപോലെ ഇത് ഈക്വൽ ടു ലാംഡ. y-2 ഈക്വൽ ടു 2 ലാംഡ. y ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 2. z-6/1 ഈക്വൽ ടു ലാംഡ. z ഈക്വൽ ടു ലാംഡ പ്ലസ് 6 അത് കിട്ടും. അതൊരു സെക്കൻഡ് ലൈൻ ഈക്വൽ ടു മ്യൂ എന്ന് കൊടുക്കുക. അപ്പൊ x-2 ഈക്വൽ ടു 3 മ്യൂ. അപ്പൊ x is equal to എന്ത് കിട്ടും? 3 മ്യൂ പ്ലസ് 2. അതുപോലെ ഇവിടെ ചെയ്യുമ്പോൾ y-4 ഈക്വൽ ടു 2 മ്യൂ. അപ്പൊ y ഈക്വൽ ടു 2 മ്യൂ പ്ലസ് 4. അടുത്തത് z-1 ഈക്വൽ ടു 3 മ്യൂ. z ഈക്വൽ ടു 3 മ്യൂ പ്ലസ് 1 അല്ലെ? നെക്സ്റ്റ് ഇതും x ഇതും x രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ ആവും 2 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 3 മ്യൂ പ്ലസ് 2. അതായത് 2 ലാംഡ മൈനസ് 3 മ്യൂ ഈക്വൽ ടു -1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത് ഇവിടുത്തെ y കോർഡിനേറ്റും ഇവിടുത്തെ y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക. 2 ലാംഡ ഇത് -2 മ്യൂ ഈക്വൽ ടു എന്ത് കിട്ടും? 2. കോഎഫിഷ്യന്റ് സെയിം ആണ്, രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് മ്യൂ ഈക്വൽ ടു -3 മ്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? 3. ഇനി എന്ത് ചെയ്യണം? ലാംഡയുടെ വാല്യൂ ആണ് അത് ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 3 ആണല്ലോ. അപ്പോൾ ഇവിടെ -9 അപ്പുറത്തോളം +9. 9 - 1 8. 2 ലാംഡ ഈക്വൽ ടു 8 ലാംഡ ഈക്വൽ ടു 4. ഇതിന്റെ വാല്യൂ നമ്മുടെ XYZ കൊടുക്കുക. ലാംഡ 4 കൂടെ കൊടുത്താൽ 4 × 2 8 + 3 x കോർഡിനേറ്റ് 11. ഇവിടെ ലാംഡയ്ക്ക് 4 കൊടുത്താൽ 8 + 2 6 എന്ന് കിട്ടും. 10 എന്ന് കിട്ടും. നെക്സ്റ്റ് ലാംഡയ്ക്ക് നമ്മൾ എന്താ 4 കൊടുത്താൽ 4 + 6 10. സോ x കിട്ടി, y കിട്ടി, z കിട്ടി. വിച്ച് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ x, y, z 11, 10, 10. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. നിങ്ങൾക്കറിയാം ഇത് A1, ഇത് B1, ഇത് C1, ഇത് A2, ഇത് B2, ഇത് C2. ആംഗിൾ കാണുന്ന ഫോർമുല A1A2 + B1B2 + C1C2 by root of A1² + B1² + C1² into root of A2² + B2² + C2². മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്കറിയാം 6 × 2 12, 8 × 2 16. അടുത്ത് 8. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല. x - x1/a ഈക്വൽ ടു y - y1/b. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇത് A1, ഇത് B1, ഇത് C1, ഇത് A2. പക്ഷെ ഇത് B2 ആണോ? അല്ല, കാരണം മേളിൽ സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഒരു 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? y + 3/2. ആ 2 ക്യാൻസൽ ചെയ്താൽ താഴെ 1 എന്നേ കിട്ടും. അപ്പോൾ B2 എന്ന് പറയുന്നത് 1 എന്നാണ് എടുക്കേണ്ടത്. സോ 8 × 1 ദാറ്റ് ഈസ് 8. അങ്ങനെ കിട്ടി. അടുത്ത് 10 × 2 20. ഇനി താഴെ ഈ ഫോർമുലയിലുള്ള വാല്യൂസ് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ B2 എന്ന് പറഞ്ഞാൽ ഈ 2 അല്ല 1 ആയിട്ടാണ് എടുക്കേണ്ടത്. 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും കേട്ടോ. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40/30√3. അതായത് 4/3√2. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ലല്ലോ. അപ്പൊ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. 4നെ 2 × √2 × √2. അപ്പോൾ 2√2/3 എന്ന് വരും. ദാറ്റ് ഈസ് θ ഈക്വൽ ടു cos ഇൻവേഴ്സ് 2√2/3 വിച്ച് ഈസ് ദ ആൻസർ ഓപ്ഷൻ ബി. Question number 125. The angle between A and B is π/3. If magnitude of A 5, magnitude of B 10, magnitude of A + B is equal to dash. നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണ്? π/3. അതായത് cos θ cos π/3 ഈക്വൽ ടു A.B/magnitude of A into magnitude of B. cos π/3 എന്ന് പറഞ്ഞാൽ 1/2. cos 60യുടെ വാല്യൂ 1/2. A.B/ ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ്? 50. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A.B എന്ത് കിട്ടി? 25. അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കാണേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A + B. അതിനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് A + B ദ ഹോൾ സ്ക്വയർ കാണുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് A² എന്ന് പറഞ്ഞാൽ A.A. അപ്പോൾ അത് ഇവിടെ വരും A + B ഡോട്ട് A + B. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A.A ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A². അടുത്ത് B.B ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B². A.B + A.B അതാണ് 2 times A.B.
മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ 10 സ്ക്വയർ 100, എ ഡോട്ട് ബി 25 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. അപ്പോൾ 2 ഇൻറ്റു എ ഡോട്ട് ബി 50 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 175. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി റൂട്ട് 175, അതും ഓപ്ഷനിലില്ല. ഇതിനെ 25 ഇൻറ്റു 7 എന്ന് എഴുതാം. 25 ഇൻറ്റു 7, 25ന്റെ റൂട്ട് 5 റൂട്ട് 7, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. 5 റൂട്ട് 7, ഓപ്ഷൻ ഇ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വെക്ടറിൽ നിന്നും 3D നിന്നും ചോദിച്ചത്. അതായത് 7 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം വെക്ടർ അതുപോലെ 3D എന്നീ 2 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ചാപ്റ്ററിൽ നിന്ന് സാധാരണ രീതിയിൽ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 96. The second term of a GP is 1/2. If the product of first 5 terms is 32, then the common ratio. The second term എന്ന് പറഞ്ഞാൽ a into r. ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം ar, തേർഡ് ടേം ar സ്ക്വയർ, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ടേം a into r, എന്താണ് 1/2. ഇനി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് 32. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ത് വരും? a into ar into ar സ്ക്വയർ into ar ക്യൂബ് into ar raised to 4. ഇതെല്ലാം കൂടെ പ്രോഡക്റ്റ് എന്താണ്? 32. ലെഫ്റ്റ് സൈഡ് a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a raised to 5, r മൾട്ടിപ്ലൈ ചെയ്താൽ r ക്യൂബ്, r raised to 6, r raised to 10 എന്ന് വരും, ഈക്വൽ ടു 32. ഇതിനെ രണ്ടിൽ നിന്നും ഒരു a raised to 5 raised to 5 പുറത്തെടുത്താൽ a into r സ്ക്വയർ the whole raised to 5 എന്ന് എഴുതാം. എന്താണ്? a into r സ്ക്വയർ the whole raised to 5. ഇനി a into r സ്ക്വയർ raised to 5 ഈക്വൽ ടു 32-നെ 2 raised to 5 എന്ന് എഴുതാം. സോ പവേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് ബേസ് ഇക്വേറ്റ് ചെയ്താൽ a r സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 2. a r സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇത് ബൈ ഇത് എയും പോയി r സ്ക്വയർ ബൈ r എന്ന് പറഞ്ഞാൽ r, 2 ബൈ 1/2, അത് മേളിൽ പോകുമ്പോൾ 4 എന്ന് കിട്ടും. കോമൺ റേഷ്യോ എന്താണ്? 4. സിംപ്ലിഫിക്കേഷൻ കുറച്ചുണ്ട്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ടേം ആൻഡ് 6th ടേം ഓഫ് എ GP are 2 and 64/243 respectively. Then sum of first 10 terms of the GP. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സ്പീഡിൽ ചെയ്യുക, അത്രമാത്രം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a, that is 2. 6th ടേം കാണുന്ന ഫോർമുല a into r raised to 5, അത് എത്രയും തന്നിട്ടുണ്ട്? 64/243. എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ r raised to 5 അത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ 64 എയുടെ വാല്യൂ 2 ആണ് അല്ലേ? എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 64/2 മേളിൽ 32, 32/243 എന്ന് വരും. 32 എന്ന് പറഞ്ഞാൽ 2 raised to 5, 243 എന്ന് പറഞ്ഞാൽ 3 raised to 5. അപ്പോൾ 32/243 2/3 raised to 5. അപ്പോൾ പവേഴ്സ് ഈക്വൽ ആയിട്ട് ബേസ് ഇക്വേറ്റ് ചെയ്താൽ r ഈക്വൽ ടു 2/3. ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ 2/3. സം കാണുന്ന ഫോർമുല a into 1 minus r raised to n by 1 minus r. ഇവിടെ ഫസ്റ്റ് 10 ടേംസ് ആണ്. n-ന് 10 കൊടുക്കുക. 2 ഇൻറ്റു a എന്താണ്? 2 ആണ്. 1 മൈനസ് r raised to n, 2/3 raised to 10 by 1 minus 2/3. നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. 3 minus 2, 1/3. ആ 3 മേളിൽ പോകുമ്പോൾ ഇവിടെ 6 വരും. ഇൻറ്റു ദിസ് 1. ഈ 6 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 മൈനസ് അടുത്ത് ഇവിടെ വരുമ്പോൾ 6 ഇൻറ്റു 2 raised to 10 by 3 raised to 10. അല്ലെ 6-ൽ ഒരു 2 ക്യാൻസൽ ചെയ്താൽ, പിന്നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മേളിൽ ഒരു 2 വരും. അങ്ങനെയാണ് 2 raised to 11. താഴെ എന്താണ്? ഒരു 3 കുറയുകയും ചെയ്യും. ഒരു 3 ക്യാൻസൽ ചെയ്തില്ലേ? അങ്ങനെ 3 raised to 10 എന്നുള്ളത് 3 raised to 9. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കാരണം ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ നൽകിയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ 6 minus 2 raised to 11 by 3 raised to 9. ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാമെങ്കിലും ഈ സൊല്യൂഷൻ ഓപ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. അത് സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും സീക്വൻസസ് ആൻഡ് സീരീസ് അതുപോലെ വെക്ടർ 3D ഈ 3 ചാപ്റ്ററിൽ നിന്ന് 2024 ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കോണിക് സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ പ്രോബബിലിറ്റി, ഈ 2 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.